നല്ല ഒന്നാം തരം ജോലി, 10,000 ശമ്പളം, ലക്ഷറി കാറ്, AC ഒക്കെ ഉണ്ടെങ്കിലും മറ്റേ 1,600 രൂപ കൂടി കിട്ടിയാലേ യുവന്മാരുടെ കഴപ്പ് മാറും. മറ്റേ 1,600 രൂപ ഏതെന്നല്ലേ? ഇരഗതിയും പരഗതിയും ഇല്ലാത്ത പാവങ്ങൾക്ക് സർക്കാർ പെൻഷനായി കൊടുക്കുന്ന 1,600. ഈ യുവന്മാർ ആരെന്നല്ലേ 10,000 ലക്ഷവും ശമ്പളം വാങ്ങി സർക്കാരിൽ നിന്നും കിട്ടാവുന്ന പരമാവധി ആനുകൂല്യവും കൈപ്പറ്റി പറ്റുമെങ്കിൽ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങണവന്റെ കോടകം വരെ വിറ്റ് കൈക്കൂലി വാങ്ങാൻ മടിയില്ലാത്ത ലവന്മാർ. ഏത് ലവന്മാരാരാണെന്ന് മനസ്സിലായില്ലേ? പാവപ്പെട്ടവന്റെ കൈത്താങ്ങായ സാമൂഹ്യ സുരക്ഷാ പെൻഷനിലൂടെ സർക്കാർ ഖജനാവിലാണ് സർക്കാർ ജീവനക്കാർ കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും അങ്ങനെ അല്ലെങ്കിലും കുറെ എണ്ണം പല ഉഡായിപ്പുകളുമായി ജനങ്ങളുടെയും സർക്കാരിന്റെയൊക്കെ കണ്ണിൽ പൊടിയിട്ട് ഇപ്പോഴും സർക്കാർ ഓഫീസിലെ ഏതെങ്കിലുമൊക്കെ കസേരകളിൽ ഞെളിഞ്ഞങ്ങനെ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള ഉഡായിപ്പുകളിൽ നിന്നും പാവങ്ങൾക്ക് കൊടുക്കുന്ന 1,600 രൂപ ആരും അറിയാതെ കൈയിട്ട് വാരിയ 1,458 പുങ്കവന്മാരെയാണ് ധനവകുപ്പ് ഇപ്പൊ പൊക്കിയിരിക്കുന്നത്. ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് സംസ്ഥാനത്തെ 1,458 സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന തട്ടിപ്പ് കണ്ടെത്തിയത്. യഥാർത്ഥ കണക്കെടുക്കുമ്പോ ഇതിലും കൂടുമെന്നാണ് പറഞ്ഞു കേൾക്കണത്. ക്ഷേമ പെൻഷൻ കിട്ടാതെ മറിയക്കുട്ടി ചട്ടിയെടുത്ത് പിച്ചയെടുത്ത് പ്രതിഷേധിച്ചപ്പോ പോലും ഈ 1,458 ഉഡായിപ്പുകൾ ലവലേശം ഉളുപ്പില്ലാതെ 1,600 രൂപ പെൻഷനും വാങ്ങി തട്ടി പോക്കറ്റിലിട്ട് സുഖമായി അങ്ങോട്ട് ഉറങ്ങി. തട്ടിപ്പും വെട്ടിപ്പും പറ്റിപ്പും ഒക്കെ കേരളത്തിന് പുത്തരി അല്ലെങ്കിൽ ഇമാതിരി ഒരു തട്ടിപ്പ് കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഒരു ഈച്ച പോലും അറിയാതെ വർഷങ്ങളായി തുടർന്നു കൊണ്ടിരുന്ന ഒരു തട്ടിപ്പിനെയാണ് ധനവകുപ്പ് ഇപ്പോ പൊക്കിയിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങാതിരിക്കാൻ വർഷാവർഷമുള്ള മസ്റ്ററിംഗ് പോലും കൃത്യമായി നടത്തിയാണ് 1,458 മാന്യന്മാർ ഉഡായിപ്പ് തുടർന്നുകൊണ്ടേയിരുന്നത്. ഇത്രയും കാലം 1,600 രൂപ ക്ഷേമ പെൻഷൻ BMW കാറുള്ളവനും വീട്ടിൽ AC വെച്ചവനുമൊക്കെ കിട്ടിയത് അന്വേഷിച്ചാൽ ലിസ്റ്റ് തയ്യാറാക്കിയവന്മാർ മുതൽ വർഷാവർഷം മസ്റ്ററിംഗ് നടത്തിയവന്മാർ വരെ കുടുങ്ങും. ലക്ഷങ്ങൾ സർക്കാർ ശമ്പളമായി വാങ്ങുന്നവരാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് എന്നതാണ് ഞെട്ടിക്കുന്നത്. AI ക്യാമറ വെച്ചും വണ്ടിയുടെ കുറുകെ എടുത്ത് ചാടി പിഴിഞ്ഞതുമായ പണവും നാടുനീളെ ബാറ് തുറന്ന് പാവങ്ങളുടെ കൂമ്പ് വാട്ടിയ പണവുമാണല്ലോ ഈശ്വര ഈ സാമദ്രോഹികൾ എടുത്തോണ്ട് പോയത്. എന്തു വന്നാലും തട്ടിയെടുത്ത പണം പലിശ ചേർത്ത് തട്ടിപ്പ് നടത്തിയവന്മാരിൽ നിന്നും തന്നെ തിരിച്ചു പിടിക്കാനാണ് ധനവകുപ്പ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചുപിടിക്കാനാണ് ധനവകുപ്പ് നിർദ്ദേശം നൽകിയത്. തട്ടിയും മുട്ടിയും ഒരു ദിവസം എങ്ങനെ നടത്തിക്കൊണ്ടുപോകാന്ന് വിചാരിക്കുന്ന ധനവകുപ്പിന് ഈ പണം വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും. പിന്നെ ഈ നാണവും മാനവും കെട്ടവന്മാർക്കെതിരെ വകുപ്പ് തല നടപടി എടുക്കാനും മുഖ്യമന്ത്രി നേരിട്ട് ഉത്തരവിട്ടിട്ടുണ്ട്. സർക്കാരിനെയും പൊതുജനങ്ങളെയും പറ്റിച്ച 1,458 കള്ളന്മാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ച സ്ഥിതിക്ക് വല്ലതുമൊക്കെ നടക്കുമായിരിക്കും. ഇനിയിപ്പോ അറസ്റ്റ് ചെയ്ത് ജയിലിലെങ്ങാനും ഇട്ട അവിടെ കിടക്കുന്ന മോഷ്ടാക്കളായ തടവുകാരോട് ഒന്ന് സൂക്ഷിച്ചോളാൻ പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ ഈ വരുന്നവന്മാർ അവന്റെയൊക്കെ കോണകം വരെ പോകുന്ന പോക്കിൽ അടിച്ചോണ്ട് പോകും.